പതിറ്റാണ്ടുകളായി ദുരിതമനുഭവിച്ചിരുന്ന കൊച്ചി താന്തോണിത്തുരുത്തുകാർക്ക് ഇനി സമാധാനമായി ഉറങ്ങാം. വെള്ളപ്പൊക്കം തടയുന്നതിനായി ഔട്ടർ ബണ്ട് നിർമ്മാണത്തിന് തീരദേശ പരിപാലന അതോറിറ്റി പച്ചക്കൊടി വീശിയതാണ് നാട്ടുകാർക്ക് വലിയ ആശ്വാസമായിരിക്കുന്നത്. മന്ത്രി പി രാജീവ് ഇടപെട്ട് നടപടികൾ വേഗത്തിലാക്കിയതിന്റെ സന്തോഷം താന്തോണിത്തുരുത്തുകാർ കൈരളി ന്യൂസിനോട് പങ്കുവച്ചു. പഴയ പി രാജീവ് സാറാണ് ഇതിനുവേണ്ടി ഏറ്റവും ഇത് പാസ്സാക്കി തന്നത്. ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ആ വിശ്വാസം സാർ അത് നേടിത്തന്നു. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു താന്തോണിത്തുരുത്തുകാർ വള്ളം തുഴഞ്ഞെത്തി ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു സമരം. അന്ന് മന്ത്രി പി രാജീവ് അവർക്കൊരു ഉറപ്പ് നൽകി, പ്രശ്നം പരിഹരിച്ചിരിക്കും. ആ ഉറപ്പ് മന്ത്രി പാലിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അംബാസ് ഉൾപ്പെടെയുള്ള താന്തോണിത്തുരുത്തുകാർ. മന്ത്രി അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഈ കാര്യം പെട്ടെന്ന് പൂർത്തീകരിച്ചും തന്നേക്കാന്ന് മന്ത്രി ഇന്നലെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടി സന്തോഷമുണ്ട്. രാജീവ് സാർ അത്രയും പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മാനസികമായ സന്തോഷം കിട്ടിയിട്ടുണ്ട്. മന്ത്രി പി രാജീവ് ബന്ധപ്പെട്ടവരുടെ അടിയന്തര യോഗം വിളിക്കുകയും ബണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തീരദേശ പരിപാലന അതോറിറ്റിയിൽ നിന്ന് അനുമതി ലഭ്യമാക്കാൻ ഇടപെടുകയും ചെയ്തതോടെയാണ് പതിറ്റാണ്ടുകളായുള്ള തുരുത്തുകാരുടെ ദുരിത ജീവിതത്തിന് അറുതിയാകുന്നത്. പ്രതീക്ഷയുണ്ട് ഇനിയിപ്പോൾ നടക്കുന്നത് എന്ന് വെച്ചാൽ ഇത്ര നാളിന് പുറകെ നിന്നതിൻ്റെ ഒരു കാര്യങ്ങൾ സീരിയസ് ആയിട്ട് അറിയാളവുകൊണ്ട് ഇനി ഇതൊരു കാരണവശാലും മുടങ്ങിപ്പോവില്ല. തങ്ങളെ ദുരിതത്തിൽ നിന്ന് കരകയറ്റാനായി ഇടപെട്ട മന്ത്രി രാജീവിനോടുള്ള നന്ദിയും താന്തോണിത്തുരുത്തുകാർ അറിയിച്ചു. മന്ത്രി രാജീവ് ഇടപെട്ടതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുകൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലാ കളക്ടറാണ്. കാരണം അദ്ദേഹം ഒരു കളക്ടർമാരും ചെയ്യാത്ത പോലെയാണ് ഞങ്ങളോട് സഹകരിച്ചത്. 3 മീറ്റർ വീതിയിൽ ബണ്ട് റോഡ് നിർമ്മിക്കുന്നതുൾപ്പെടെ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ പുതുക്കിയ നിർദ്ദേശങ്ങൾ തീരദേശ പരിപാലന അതോറിറ്റി അംഗീകരിച്ച സാഹചര്യത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ബണ്ട് നിർമ്മാണം തുടങ്ങാനാണ് ജിഡ തീരുമാനം. അങ്ങനെ താന്തോണിത്തുരുത്തുകാരുടെ പതിറ്റാണ്ടുകളായുള്ള പ്രശ്നത്തിനാണ് പരിഹാരമാവുന്നത്. മന്ത്രി പി രാജീവ് ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതിൻ്റെ വലിയ ആശ്വാസത്തിലാണ് താന്തോണിത്തുരുത്തുകാർ. താന്തോണിത്തുരുത്തിൽ നിന്നും ക്യാമറാമാൻ അഖിൽ ഷായ്ക്കൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.